ആശങ്കകളൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുമുണ്ട്. നിലവിലെ സാഹചര്യം ആളുകൾ ജനങ്ങൾ വരുന്നൊരു സ്ഥിതിയാണ് ഈ ഒരു വാർത്ത കേട്ട് വാർത്തകളിൽ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി പേർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രീ കാളിദാസ്, ഇപ്പോൾ നോവലിസ്റ്റായ KP രാമനുണ്ണി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. നിരവധി ആളുകൾക്ക് ഒരു അധ്യാപകൻ തുല്യനായിരുന്നു സാനു മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തെ ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ അവസാനത്തെ ഒരു പ്രതീകമായിട്ടാണ് സാനുമാഷ് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഗുരുതുല്യനായിരുന്നു. സ്നേഹം നിറഞ്ഞ് കവിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്നെയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത, എല്ലാ തലമുറയിൽപ്പെട്ടിട്ടുള്ള എഴുത്തുകാരെയായിട്ടും ഒരേപോലെ സ്നേഹബന്ധം നിലനിർത്താനും അവരുമായി ആശയസംവാദം നടത്താനുമുള്ളൊരു കെൽപ്പുണ്ടായിരുന്നു. അവസാന കാലം വരെ അദ്ദേഹം പ്രസംഗവേദികളിൽ നിന്ന് പ്രസംഗവേദികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. രാവിലെ ആരാണ് ഏത് പരിപാടിക്കാ വിളിക്കാൻ വരുന്നതെന്ന് കൂടി ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പൊതുജീവിതത്തിന് വേണ്ടി സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു ഹിപസ്തംഭം മാതിരിയാണ് അവസാന കാലം വരെ അദ്ദേഹം ജീവിച്ചത്. സാനുമാഷ് ഉണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷ, ഒരു ആശ്വാസമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. എഴുത്തുകാരൊക്കെ പ്രായമാകുന്നു, വയ്യാകെയാകുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പരസ്പരം പറയും, നോക്കൂ സാനുമാഷിത ഈ പ്രായത്തിലും ഓടി നടക്കുന്നു. ആ പഴയ മൂല്യബോധത്തിന്റെ ഒരു വക്താവായിട്ട് അദ്ദേഹം ഇപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ ആശ്വാസമാണിപ്പോ ഒലിഞ്ഞു പോയിരിക്കുന്നത്. മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് ഏറ്റവും ഉജ്ജ്വലിക്കുന്ന ഒരു നക്ഷത്രം തന്നെയായിരുന്നു സാനുമാഷ്. ഗുരുവാണ്, ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ കാവൽ ഭടനായിട്ട്, അദ്ദേഹത്തിന്റെ മൂല്യ സംരക്ഷകനായിട്ടെന്നും നിലകൊണ്ടിട്ടുള്ളത്. കുമാരനാശാനെ പറ്റി, വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി, M ഗോവിന്ദനെ പറ്റി, അയ്യപ്പ പണിക്കരെ പറ്റി, ഇങ്ങനെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറ്റി, ചിന്തകരെ പറ്റിയൊക്കെ തന്നെ, ചങ്ങമ്പുഴയെ പറ്റി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലൂടെ ഏറ്റവും സ്നേഹനിർഭരമായ അനുകമ്പ നിറഞ്ഞ ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള നിരൂപണമായിരുന്നു അദ്ദേഹത്തിന്റെ. ഏത് തലമുറയിൽപ്പെട്ടവരുമായിട്ട് സംവദിക്കാനുള്ള ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ശേഷി അദ്ദേഹം എന്നും നിലനിർത്തിയിരുന്നു. ആ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ ഗുരുതുല്യനായിരുന്നു, എൻ്റെ ഒരു രക്ഷിതാവ് പോലെയായിരുന്നു ഏത് കാലത്തും സാനുമാഷ്. വളരെയധികം നന്ദി ശ്രീ KP രാമനുണ്ണി. പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പമുണ്ട്. കാളിദാസ്, നമുക്കറിയാം ഇപ്പോൾ